ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ വിനയ്ക്ക് തലവേദന മാത്രമല്ല ഗായ്സ്, നമ്മളിവിടെ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പാണ് ഗായ്സ്. നമ്മൾ സുവർണ ഇവിടെ ഇരിപ്പുണ്ട്. സുവർണനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗായ്സ് നിങ്ങളെ എന്നും കാണുന്ന സുവർണ, ഈ ചാനലിൻ്റെ ഓണറാണ്. ഇതാണ് വിനയ്ക്ക് മൈഗ്രെയിൻ ആണ്. അല്ല മൈഗ്രെയിൻ അല്ല, എന്താണ് വിനയ? തലവേദനയാണ് വിനയ്ക്ക്. പാവം കുട്ടിക്ക് തലവേദന ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് തലക്കരിക്കും ചെയ്തു. അപ്പോൾ എനിക്കൊരു കുറ്റബോധം. അപ്പോൾ ഞാൻ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച്. കുറവുണ്ടെന്നാണ് പറയുന്നത്. അത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണോ അറിഞ്ഞോട് എന്നാലും കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഒഴിഞ്ഞു നോക്കാം. പിന്നെ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി നമുക്ക് താഴത്തേക്ക് പോകാം. നമ്മുടെ ക്ലാസ്സിലാണ്. വിനയ ഭയങ്കര തലവേദനയാണ്. സ്ട്രെസ്സാണ് കുട്ടിക്ക്. സ്ട്രെസ് കൂടുമ്പോഴാണ് കുട്ടിക്ക് തലവേദന ഉണ്ടാവുന്നത് അല്ലേ ഗായ്സ്? അപ്പോൾ നമ്മുടെ വിനയ്ക്ക് തലവേദനയായിട്ട് പ്രിൻസി വന്നിട്ടുണ്ട്. പ്രിൻസി എന്തൊക്കെയോ യോഗേൻ്റെ ഐറ്റംസ് ആയിട്ട് പ്രിൻസി വന്നിട്ടുണ്ട് ഗായ്സ്. എനിക്കറിയാൻ പാടില്ല. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എന്തായി കാട്ടിച്ച് ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഇങ്ങനെ ഉള്ളിയ ശരിക്കും എന്ത് തേങ്ങയാണ് പറയുന്നേ? എന്നിട്ട് താഴത്തിൽ കൂടെ പോവാ. ഉള്ളതാണോ അത്? എന്നാ ചെയ്തോ, പോവെങ്കിൽ പോക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇവിടെ ഇങ്ങനെ ആക്കുക. ഇരുന്ന് ചെയ്യണേ. ജിൻസിന്റെ ഉള്ളിലത്തെ ഡോക്ടറാണ്. ചത്തുവേ കൊസമായി ചത്തുവേ. തലേമാക്കാൻ പറഞ്ഞിട്ട് ജിൻസിയെ ജീൻസിന് കുറച്ചുകൂടെ എഫക്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഓരോ തലവേദനയ്ക്ക് ഓരോ രീതിയിലാവുമല്ലോ. ഇങ്ങനെ എന്നോട് സെമിനാർ എടുക്കാനല്ല പറഞ്ഞത്. ജീൻസിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ ആർക്കും തലവേദനയ്ക്ക് പരീക്ഷിക്കാം. ഇനി പ്രിൻസിക്ക് എന്താ പറയാ? അല്ല പ്രിൻസി പടക്കം എന്താ ഫീൽ ചെയ്തേ? പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. നോർമലി നമ്മളിങ്ങനെ കുത്രാൻ മാതിരി വേദന പോയില്ലേ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ തലവേദന ഉണ്ടാവാത്ത ഒരാളാണ്. അപ്പൊ വിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നാച്ചുറൽ അങ്ങനൊന്നും ചെയ്യാറില്ല. അത് മാറുന്നതാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായി പോലെ തോന്നി. ഓൾസോ ഇനി ഇത് കണ്ടിട്ട് ജിൻസിക്ക് എന്താ തോന്നി? എല്ലാവരും തലവേദന ഉള്ളവരൊക്കെ ജിൻസിക്ക് ഓർഡർ കൊടുക്കാം. ഇതിന്റെ കമന്റ് ചെയ്താൽ മതി. ജിൻസിന്റെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കും. ഞാൻ ടാഗ് ചെയ്ത് ഗായ്സ്. അപ്പൊ നമ്മുടെ ജിൻസിന്റെ പരിശ്രമം കാരണം വിനയുടെ തലവേദന മാറിയിട്ടുണ്ട്. ജിൻസിയുടെ അഭിപ്രായം കൂടി പറയാം. ജിൻസിക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. നമ്മള് ഞാനൊരു സംഭവം ജിൻസ് അതൊക്കെ ഈ തലവേദന മാറ്റി തടവെന്ന് മനസ്സിലായിരിക്കണേ.
അവർക്കൊരു മന്തി വാങ്ങി തരുന്നതാണ് സാധ്യത. അപ്പൊ ജിൻസി ഒക്കെ നമ്മുടെ വിനയുടെ തലവേദന ഒരുവിധം മാറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ജിൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും തലവേദന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിൻസി വീട്ടിൽ കയറിയോ? ഓൾ കേരള ഉണ്ടല്ലേ? ഓൾ കേരള മലപ്പുറം ജില്ലയിലാണെങ്കിൽ വേഗം അതെ. തിരുവോണത്തിന് അസിസ്റ്റന്റ് ആവട്ടോ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്പർ വിളിക്കണം. അപ്പൊ ഞാന് ജിൻസിയുടെ നമ്പറും ബിൻഷയുടെ നമ്പറും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം. അപ്പൊ ജിൻസിയാണ് നമ്മുടെ മൈഗ്രെയിൻ സ്പെഷ്യലിസ്റ്റ്, പിന്നെ ജിൻസി അവരെ അസിസ്റ്റന്റ് ആയിട്ട് ഇനി മുതൽ വർക്ക് ചെയ്യാണെന്നാണ് പറയുന്നത്. പ്രിൻസിന് ഇത് വിനയിൽ എഫക്റ്റ് ആവാത്തതിന്റെ കുശുമ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ജലസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഫ്രീ മൈൻഡഡ് ആൾക്കാരാണ്. സോ നമുക്കിങ്ങനെ അഹങ്കാരമൊന്നും. അതെ അതെ. അപ്പൊ ഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ടാറ്റാ ബൈ. അപ്പൊ ഇനി നമ്മളെ ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോ ഇതിന്റെ താഴെ കൂടെ വരുന്നതായിരിക്കും. ഇത് പിടിക്കേ, ഇത് വീഡിയോ എടുക്കണേ. ഫുള്ള് ഓക്കാല പോയിന്റ് റെഡിന് കിക്ക് ചെയ്താണ് പോയിന്റ്. ഗ്ലൗസ് ഇടാത്തത് ബാക്കിയുള്ളവരൊക്കെ പെയറായിട്ടാണ് അടി ഉണ്ടാക്കണത്. ഇവൻ മാത്രം എന്താ ഒറ്റയ്ക്ക് അടി ഉണ്ടാക്കണേ എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ പോയതാണ്. പക്ഷെ അപ്പോഴത്തേനും നിർത്തി. അതുകൊണ്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ്റെ ഐറ്റം തൈക്കോണ്ടല്ല വേറെയാണ്. ഗൈസ് ഇവിടെ ഒന്നും മറന്നിട്ടില്ലല്ലോ, നമ്മളെ മുന്നത്തെ വീഡിയോയിൽ കണ്ട പ്രസിദ്ധന്മാർ തന്നെയാണ് കേട്ടോ. പോവല്ലേ, ഒരു വീഡിയോ എടുക്കട്ടെ. പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പാടില്ല. അതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി എന്നുള്ള ഭാഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും സെയിം മാച്ചാണ്. സെയിം മാച്ചല്ല, വേറെ ആൾക്കാരനെയാണ് കേട്ടോ. കോളേജിൽ 2-3 വേദികളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കോളേജിൽ നിന്നും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ കോളേജിലത്തെ ഒരു കുട്ടിയുടെ മാച്ചാണ്. ഇത് നമ്മളെ കോളേജിലത്തെ വേറൊരു കുട്ടിയുടെ മാച്ചാണ്. മുസ്ലിം പി മലബാർ കോളേജ് ലൂസിസ്ഥാൻ, അഹില ടി കെ സി എച്ച് മുഹമ്മദ് കോയ കോളേജ്. അപ്പം നമ്മൾ വീണേൻ്റെ കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ കൂട്ടത്തിലുള്ള സ്ലോ. ചേച്ചി പറഞ്ഞ് വേഗം കഴിച്ച് നീക്കിക്കൊണ്ട് വിട്ടാന്ന്. അതുകൊണ്ട് വിളിച്ച് വേഗം കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിവിടെ വന്നിരുന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വിനയ പറയണ വിനയക്ക് പോവാണെന്ന്. നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് വിനയെ പോവാണ് ഗൈസ്. പിന്നെ എല്ലാവരും പറയണ പോവല്ലേ എന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോയിക്കോ, നമുക്ക് 2:30 പോവാം. ഓക്കെ എന്ന് പറയും. വിനയ്ക്ക് വിനയരെ അവിടെ പൂരാന്ന് പറയുന്നുണ്ട്. ആ ഏതമ്പലം? അയ്യേ, ഇവിടെ ഉള്ള അമ്പലത്തിൽ മൊത്തം പോവും. അന്നദാനം ആയിക്കോട്ടെ, പൂരാവട്ടെ, ഉള്ള അമ്പലത്തിൽ മൊത്തം പോവും. പക്ഷെ ഒരു അമ്പലത്തിൻ്റെ പേര് അറിയില്ല. സീരിയസ്ലി, എന്താ മെയിൻ? ഉത്സവമാണെങ്കിൽ ഉത്സവം കാണാൻ, ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ്, അതാണ് മെയിൻ. ആ കുട്ടി മുഖ്യം പിക്കില്ലേ. ആ പോണം. എവിടെ? ആ അതാ പോണം.
ഗായ്സ് നമ്മുടെ ജിൻസി ഭയങ്കര വിഷമത്തിലാണ്. നമുക്ക് ജിൻസിനോട് ചോദിച്ചേക്കാം, ജിൻസി എന്തിനാ കരയണേ, എന്ത് വിഷമം? പൈസ ഒക്കെ പോയി എത്ര പൈസ പോയി? ഒരു 50,000 കുറച്ച് ഒരു 4,000 രൂപ തന്നെ ബാങ്ക് പോവാൻ പോവാണോ? ഞാൻ ബാങ്ക് പോവാണ്. നമുക്ക് എന്താന്ന് ചോദിച്ചോക്കല്ലേ. ജിൻസിന്റെ കൂടെ ഞാൻ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. ജിൻസി എന്നാ പിന്നെ ഞാൻ പോണില്ല. അല്ല ജിൻസി നമുക്ക് ബാങ്ക് എവിടെ നിന്നറിയോ? ബാങ്ക് തിരൂരല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ നമ്മളെ വിനയ്ക്ക് തലവേദന മാത്രമല്ല ഗായ്സ്, നമ്മളിവിടെ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പാണ് ഗായ്സ്. നമ്മൾ നോക്കാം എങ്ങനെയാണ് നമ്മളെ ചാമ്പ്യൻഷിപ്പ്. നമ്മളെ സുവർണ ഇവിടെ ഇരിപ്പുണ്ട്. സുവർണനെ കാണിച്ചു തരാം കേട്ടോ.